AJPയുടെ ആദിരാത്രി എന്ന് പറഞ്ഞ ഷോർട്ട് മൂവി ഞങ്ങൾ ഇറക്കി. ഓഡീഷൻ എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് ഇറക്കി. അതിൽ ഡയറക്റ്റായിട്ട് ഞങ്ങളെ ക്യാമറമാനെ ഡയറക്റ്റായിട്ട് ചെയ്തത്. അപ്പോൾ അതിൽ ഞങ്ങളെ വിളിച്ചു വരുത്തി ഞങ്ങൾ ഓഡീഷൻ വെച്ചപ്പോൾ അതിൽ ഉണ്ടായ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്തത് മാത്രമേ ഉള്ളൂ. അതിന് അപരാധം പറയണ്ട. പിന്നെ AJPയുടെ ആദ്യരാത്രി എന്ന് പറഞ്ഞപ്പോൾ ഒരു ഡയറക്ടർ പറയണേ ഞങ്ങൾ ഷാഹിദ് മുത്തന്താ ഡയറക്റ്റ് ചെയ്ത എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഒരു ആദ്യരാത്രി എന്ന് പറഞ്ഞ ഒരു ഹസ്ബൻഡ് കൂടെ കിടക്കുന്ന സീൻ അത് ഇച്ചിരി മോശമായിട്ടൊന്നുമില്ല. അപ്പൊ അവനോട് ഡയറക്ടർ പറഞ്ഞു രാത്രികൾ അഭിനയിക്കാൻ പലരും വിളിച്ചപ്പോൾ 7,000 8,000 ഒക്കെ പറഞ്ഞു പേയ്മെന്റ്. ചേച്ചി ആകുമ്പോ ഒരു ന്യൂക്കമ്പറാണല്ലോ. അപ്പൊ ചേച്ചി വലിയ വർക്കിന് പേയ്മെന്റ് വലിയ മേടിക്കും തന്നെ ഇവർക്ക് തുച്ഛമായിട്ടുള്ള എമൗണ്ട് ചെയ്തല്ലോ. തീർച്ചയായിട്ടും എന്റെ ഫ്രണ്ടാണ്, പൈസന്റെ കണക്ക് പറയാൻ പറ്റൂല. അപ്പൊ അവൻ പറഞ്ഞു ഒന്ന് ഇങ്ങനെ തൊടാൻ പറഞ്ഞു. തൊട്ട് വെച്ചാൽ എന്ത് വരും, ഒന്നും വരാൻ പോണില്ല. വലിയൊരു കെട്ടിപ്പിടുത്തൊന്നുമില്ല, എന്നാലും ചെറിയൊരു ഇന്റിമസി മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അത് സ്കിറ്റിലൊക്കെ സാധാരണ കാണിക്കുമല്ലോ, ഒരു ചെറിയൊരു കൈ പിടിക്കുന്നത്, അത് മാത്രമേ അതിനകത്ത് കാണിച്ചിട്ടുള്ളൂ. കാരണം അതൊരു തമാശയായിട്ട് മാത്രമേ ഷോർട്ട് ഫിലിമിൽ. പിന്നെ സോഷ്യൽ മീഡിയ കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇവന്റെ കൂടെ എന്തിനാണ് അഭിനയിക്കുന്നത്, നിങ്ങൾ ഇവന്റെ കൂടെ അഭിനയിക്കുന്നത്, ഇവനൊരു പൊട്ടനാണ് എന്ന് പറഞ്ഞു. തൊടുന്നതല്ലാതെ വേറൊന്നുമില്ലല്ലോ അല്ലേ? തൊടുന്ന ഒരു സീൻ മാത്രം വേറൊന്നുമില്ലല്ലോ. ഇല്ലല്ലോ. അതായത് റൊമാൻറ്റിക് ആയിട്ട്, അതായത് ആദ്യരാത്രി എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോ അവിടെ പാലേറ്റും വന്നപ്പോൾ വേറെ ഹസ്ബൻഡ് എനിക്കുള്ളു. ഇവൻ കാമുകനാണ് അതിൽ, ഹസ്ബൻഡ് അല്ല. ഭർത്താവിന്റെ മുന്നിൽ ഭർത്താവിന് വഞ്ചിച്ചാണ് ഇവന്റെ അടുത്ത് വരുമ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ കിടക്കുന്ന സീലിങ് തൊട്ടു. ഇതിലെന്താ വരുന്നത്, ഒന്നും വരാനില്ല. ഞാൻ അത് പോട്ടെ, ഞങ്ങൾ ലൊക്കേഷൻ റൂമിൽ തലേന്ന് ഡാൻസ് കളിച്ചപ്പോൾ ആളുകൾക്ക് കുരു പൊട്ടുന്നു. ഈ എന്തിനാ അവൻ്റെ കൂടെ ഡാൻസ് കളിക്കണം, അവൻ പൊട്ടനെ ഒരു പിരാന്തിനും അവന് ഡാൻസ് അറിയില്ലായിരുന്നു. ഡാൻസ് അറിയണ്ട, ഞങ്ങൾക്ക് കളിക്കും, ഞങ്ങൾ എന്ത് വേണം എന്തെങ്കിലും പറഞ്ഞോട്ടെ. പ്രൊഫഷണൽ ഡാൻസ് കളിക്കുന്ന ഒരു നടന്മാരിപ്പോ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് ട്രെൻഡിങ് ആവുന്നില്ല. പക്ഷെ നമ്മള് എന്ത് പൊട്ടത്തറയുടെ മണ്ടത്തറയുടെ അത് കാണിക്കുമ്പോൾ ആൾക്കാരത് റിയാക്ട് ചെയ്യാനും പ്രതികരിക്കാനും അതിനെ ചൊറിയാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്നിപ്പോ പോന്നപ്പോ ആ സാധനം ഉണ്ടോ ഇങ്ങനത്തെ ചോദിച്ചത്, ആ സാധനം ഉണ്ടോ ഇന്ന് ഷൂട്ടിൽ ചോദിച്ചു, ആ സാധനം ഉണ്ട് ഇന്ന് നിങ്ങൾക്ക് കാണാൻ ആ സാധനം. വേറെ കാര്യം പറഞ്ഞാ ചേച്ചിന്റെ വീടിന്റെ ഒരു രണ്ടാമത്തെ ചരമവാർഷികം എന്ന് പറഞ്ഞില്ലേ ഹസ്ബൻഡിന്റെ, അതില് അറിഞ്ഞിരുന്നു? ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് പിന്നെ എന്ത് കോപ്പറേറ്റാണ് കാണിച്ചിട്ട് ഹസ്ബൻഡ് മരിച്ചത്, അവൻ ഡാൻസ് കളിക്കണു അങ്ങനെ എങ്ങനെ അറിയാണ്ട് കുറെ ഇത് പറയുന്നുണ്ട്. അവള് ഹസ്ബൻഡ് മരിച്ചു വെച്ചോണ്ട് അവൾക്ക് കരഞ്ഞിങ്ങനെ ഇരിക്കാൻ പറ്റുമോ? അവൾക്ക് എൻജോയ് കിട്ടണം, അവൾ എൻജോയ് ചെയ്യട്ടെ. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ആ ഒരു കർമ്മത്തിന്റെ സമയത്തല്ല നമ്മൾ ഡാൻസ് കളിച്ചത്, അല്ല വീട്ടിൽ നിന്ന് എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞിട്ട് അവരെല്ലാരും പോകുന്ന നേരത്തെ കൊച്ചുങ്ങളാരോ വെച്ച് കരഞ്ഞ സമയത്ത്, ഒരു പെൺകുട്ടി കരഞ്ഞ സമയത്താണ് നമുക്ക് കരച്ചിൽ മാറ്റാൻ വേണ്ടി ഡാൻസ് കളിച്ചത്. പിന്നെ രേണുസുതി എൻ്റെ ഒരു കൂട്ടുകാരിയാണ്, എൻ്റെ ഫ്രണ്ടാണ്. ഓളെ കുറിച്ചോളെ ഹസ്ബൻഡോട് മരിച്ചപ്പോൾ നാളെ എൻ്റെ ഹസ്ബൻഡ് മരിച്ചാലും തന്നെ പറയൂല അപരാധം. ഓളെ കുറിച്ച് എനിക്കറിയാം, എൻ്റെ കൂടെ കിടക്കുന്ന ആളാണ് ഓള്. അപ്പൊ എനിക്ക് അവളെ പറ്റി നന്നായിട്ട് അറിയാം. തെറ്റായിരിക്കോട്ടെ, എനിക്ക് നന്നായിട്ട് അറിയാം. ഓള് ഒരു മോശമായിട്ട് പോണ ഒരാളല്ല. അവളെ ഒരു നേരം 2 മക്കളെ ഫേസ്ബുക്കിൽ എവിടെ വന്നോട്ട് അല്ല ഇനിയിപ്പോ അവരങ്ങനെ കരുതിയും കുഴപ്പമില്ല. നമ്മൾ lesbian ആണെന്ന് അത് പറഞ്ഞാലും കുഴപ്പമില്ല. നമ്മൾ നല്ലൊരു കൂട്ടുകാരി. ഇനിയിപ്പോ AJPന്റെ അടുത്തൊന്നും ഇരുന്നു, അതുങ്ങൾ പറഞ്ഞിട്ടുണ്ടാക്കും, ഓന് ഇരുന്നു പറഞ്ഞു. നമ്മൾ ഇങ്ങനെ തൊട്ടു അങ്ങനെ ഞങ്ങൾ പറയും. ഇതൊക്കെ ഞങ്ങൾക്ക് ആർട്ടിസ്റ്റുകളാകുമ്പോൾ നായികയാണെങ്കിൽ തൊടേണ്ടി വരും, ഇങ്ങനെ പിടിച്ചേണ്ടി വരും, ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ നിങ്ങൾ എന്ത് പറഞ്ഞോണ്ട് ഞങ്ങൾ വളരും. ഞാൻ ഫസ്റ്റ് തുടക്കത്തിൽ അഭിനയിച്ച ആർട്ടിസ്റ്റ് അർച്ചന കവിയാണ്, നടിയായിട്ട് അഭിനയിച്ച ഒരു കോമ്പിനേഷനില്ല. പക്ഷെ അന്നത് അഭിനയം കഴിഞ്ഞിട്ട് ഇപ്പോൾ റിവ്യൂ വൈറലായതിനു ശേഷം പിന്നെ നമ്മൾ നേരിട്ട് അധികം കണ്ടിട്ടില്ലെങ്കിലും 1 വർഷം തിയേറ്റർ കണ്ടിട്ടുണ്ട്. പക്ഷെ റെസ്പെക്റ്റ് ഉണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള ഒരു നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് ഇടുമ്പോൾ നെഗറ്റീവ് വരുമ്പോൾ